So good morning, students. Okay, hope your exams were good. ഞാൻ നോക്കിയിട്ടില്ല, ആൻസർ ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പറയാം, കോമൺ ആയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, പിന്നെ അസൈൻമെന്റിന്റെ സെക്കൻഡ് മൊഡ്യൂളിന്റെ അസൈൻമെന്റും ലാബിന്റെ ഒക്കെ ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ലിങ്ക് ബേസിൽ. പിന്നെ നാളെ നിങ്ങൾക്ക് ലാബ് ഉണ്ടാവും, ടുമോറോ. അപ്പോൾ അത് ഞാൻ ഇഷ്യൂ ചെയ്യാം. ഒരു എക്സ്പെരിമെന്റ്, നമ്മുടെ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം, ആ ഒരു പ്രോഗ്രാമാണ് ചെയ്യേണ്ടത്. വൺ പ്രോബ്ലം ആണ്. There is no theory for that. Okay, producer consumer concept you know. അതുകൊണ്ട് നമുക്ക് തിയറി ഇല്ല, ജസ്റ്റ് പ്രോഗ്രാം മാത്രം വർക്ക് ചെയ്യേ വേണ്ടുള്ളൂ. സോ നമുക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഷെൽ പ്രോഗ്രാമിങ്ങിൻ്റെ വൈവ കണ്ടക്ട് ചെയ്യാനുണ്ട്. സോ നാളെ നിങ്ങൾക്ക് ലാബ് അവറിൽ പ്രോഗ്രാം ഞാൻ ഇഷ്യൂ ചെയ്യാം, അതിൻ്റെ കൂടെ വൈവ, ഷെൽ പ്രോഗ്രാമിങ്ങിൻ്റെ വൈവക്ക് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് ഒരു 10 questions. ഓക്കെ, 2 സെറ്റ് വൈവ. നമുക്ക് 2 എക്സ്പെരിമെൻ്റ് ആണ് ഷെൽ പ്രോഗ്രാമിങ്ങിനുള്ളത്. So 10 or 20 questions in the viva. Okay, just prepare for that for tomorrow's lab. And basic ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പം പ്രൊഡ്യൂസർ കൺസ്യൂമറിൻ്റെ പ്രോബ്ലം ആണ് ഒന്ന് ചെയ്യാനുള്ളൂ. ഒരു എക്സ്പെരിമെൻ്റ് ആണത്. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ സി പ്രോഗ്രാം. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള സി പ്രോഗ്രാം ആണ്, വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. ഓക്കെ, ഇതായിട്ട് ഞാൻ നാളെ ഇഷ്യൂ ചെയ്യാം. സോ ഷെൽ പ്രോഗ്രാമിങ്ങിൻ്റെ വൈവക്ക് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. Okay, so let's start the class. So moving on to module 3. Okay, module 3 actually it is a continuation. Okay, so in module 2 we have studied the process scheduling algorithms and all we have studied. So here two main important topics are process synchronization and deadlock. Okay, process synchronization and deadlock ആണ് two important topics. അതിൽ process synchronization you have to study different techniques, how you can achieve synchronization, how you can give process synchronization. So in that you have to study what is critical section, what is Peterson solution, then what is lock, semaphore. An experiment is there in lab also using semaphore. Okay, then producer consumer problem is there. Okay, then deadlock is an important section. You have to know the theory as well as there will be one problem. Okay, there will be one problem to know, that is Banger's algorithm. Okay, Banger's algorithm is there to study. Banger's algorithm വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുണ്ടാവും. ഓക്കെ, ഒറ്റൊരു പ്രോബ്ലം ഉണ്ടാവുള്ളൂ, that you have to study in this third module. Okay, so synchronization and deadlock are the two main important topics of module 3. ഓക്കെ, ഡെഡ്ലോക്കിന്റെ കേസിൽ നമുക്ക് ഡെഡ്ലോക്കിന്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ഡെഡ്ലോക്കിന്റെ പ്രിവെൻഷൻ ടെക്നിക്സ്. ഓക്കെ, അങ്ങനെ കുറച്ച് ടെക്നിക്സ് ഉണ്ട്, ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ. സോ ആ തിയറി ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, ദാറ്റ് പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചാൽ മതി. ദെൻ സിങ്ക്രണൈസേഷന്റെ കേസിൽ സ്മോൾ മാർക്സിന് നമുക്ക് റേസ് കണ്ടീഷൻ എന്താണ്, ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണ്, വാട്ട് ഈസ് സെമാഫോർ, വാട്ട് ഈസ് ലോക്ക്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഓഫ് തേർഡ് മോഡ്യൂൾ. സോ മൂവിങ് ഓൺ ടു ദ മോഡ്യൂൾ, ഫസ്റ്റ് നമ്മൾ പഠിച്ചു എന്താണ്, വാട്ട് ഈസ് കോപ്പറേറ്റിംഗ് പ്രോസസ്. സം പ്രോസസ് ഷെയർ ഡാറ്റ അല്ലെ. ഇപ്പൊ 2 പ്രോസസ് ഉണ്ട്. ഒരു പ്രോസസ് കോപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ അതർ പ്രോസസ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ അതർ പ്രോസസ്. ഒരു പ്രോസസ് കോപ്പറേറ്റിംഗ് എന്ന് എങ്ങനെയാ പറയാ, ആ ഒരു പ്രോസസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സം അതർ പ്രോസസ്, ദാറ്റ് ഈസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡാറ്റ ഓഫ് അതർ പ്രോസസ്. ഓക്കെ, ഒരു ഷെയർഡ് ഡാറ്റേനെ അവര് ഒരു ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേറൊരു പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് കോപ്പറേറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ദേ വിൽ ബി ആക്സസിങ് ദ കോഡ് ആൻഡ് ഡാറ്റ ഓഫ് അതർ പ്രോസസ്. ഓക്കെ, സോ കോപ്പറേറ്റിംഗ് പ്രോസസ്സ് വരുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് വരുന്നൊരു പ്രശ്നം എന്താണ്, സിങ്ക്രണൈസേഷൻ. അതായത് 2 പ്രോസസ്സ് വർക്ക് ചെയ്യുമ്പോൾ, ഒരു പ്രോസസ്സ് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള സിങ്ക്രണൈസേഷൻ വേണം. ഓക്കെ, ബിക്കോസ് ഇപ്പം P1 P2 2 പ്രോസസ്സ് ഉണ്ട്. P1 is dependent on P2. Okay, that means P2 എന്താണോ, P2ന്റെ അടുക്കലുള്ള ഡാറ്റ എന്താണോ, ഓക്കെ, P2 എന്താണോ ചെയ്യുന്നത് ആ ഒരു ഓപ്പറേഷനെ P1 ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ ഷുഡ് ബി സിങ്ക്രണൈസ്ഡ്.
എന്ത് ചെയ്യണം, P2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം P1 ആ ഡാറ്റയെ എടുത്തിട്ട് P1 യൂസ് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. അല്ലെങ്കിൽ there will be mismatch in the data. Okay, so that is, if it is a cooperating process അല്ലെങ്കിൽ concurrent process ആണെങ്കിൽ they share the data. ഓക്കെ, ഡാറ്റ ഷെയർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ ഇൻകൺസിസ്റ്റൻസി വരാം. ഡാറ്റയ്ക്ക് ഇൻകൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രണ്ട് പ്രോസസ്സ് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരാൾ ഡാറ്റനെ അപ്ഡേറ്റ് ചെയ്തു, അപ്പോൾ മറ്റേയാൾ എന്ത് ചെയ്യുന്നു, മറ്റേയാളും അപ്ഡേറ്റ് ചെയ്യുന്നു ഡാറ്റേനെ. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ, അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ എന്താണ്, ഡാറ്റയ്ക്ക് ഇൻകൺസിസ്റ്റൻസി, ഡാറ്റ വോണ്ട് ബി കൺസിസ്റ്റന്റ്. ഓക്കെ, ഇൻകൺസിസ്റ്റൻസി വരാം. സോ അങ്ങനെ ഇൻകൺസിസ്റ്റൻസി ഒക്കെ വരുമ്പോൾ വി ഹാവ് ടു പ്രൊവൈഡ് സം മെക്കാനിസം. ഓക്കെ, ഒരു ഡാറ്റ, ഒരു ഷെയർഡ് ഡാറ്റേനെ കുറേ പ്രോസസ് ആക്സസ് ചെയ്യുമ്പോൾ ഡാറ്റ വിൽ ബി ഇൻകൺസിസ്റ്റന്റ്. ഓക്കെ, ഒരു എ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, ആ വേരിയബിളിനെ 4 പ്രോസസ്സ് ആക്സസ് ചെയ്യാണ്. കുറെ പേര് അപ്ഡേറ്റ് ചെയ്യുന്നു, കുറെ പേര് റീഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഡാറ്റയ്ക്ക് ഇൻകൺസിസ്റ്റൻസി വരും. അങ്ങനെ ഇൻകൺസിസ്റ്റൻസി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷനെയാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. വി ഹാവ് ടു പ്രൊവൈഡ് സം മെക്കാനിസം ടു എൻഷുർ ദാറ്റ് ദ ഡാറ്റ ഈസ് കറക്റ്റ് ആൻഡ് കോപ്പറേറ്റിംഗ് പ്രോസസ്സ് ആർ എക്സിക്യൂട്ടിംഗ് ഇൻ എ പെർട്ടിക്കുലർ ഓർഡർ. കോപ്പറേറ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന പ്രോസസ്സ്, ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റ് ഓർഡറിൽ പെർഫോം ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടുള്ളൂ. ഓക്കെ, അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. വാട്ട് വാസ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം? പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യും, കൺസ്യൂമർ കൺസ്യൂം ചെയ്യും. രണ്ട് പ്രോസസ്സാണ്. ഓക്കെ, പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൺസ്യൂമർ ക്യാൻ കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ശ്രദ്ധിക്കണം. അത് അവിടെ എന്താണ്, കോപ്പറേറ്റിംഗ് ആണ്. ഒരാൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ അതർ ക്യാൻ കൺസ്യൂം ഇറ്റ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു സിങ്ക്രണൈസേഷൻ വേണം. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു സിങ്ക്രണൈസേഷൻ മീൻസ് വി പ്രൊവൈഡ് എ കൗണ്ടർ. ഓക്കെ, ഒരു ഇന്റിജർ വാല്യൂ കൊടുത്തു, കൗണ്ടർ കൊടുത്തു, ദാറ്റ് കീപ് ട്രാക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഫുൾ ബഫേഴ്സ്. ഓക്കെ, എത്ര ഫുൾ ബഫർ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനീഷ്യലി ദ കൗണ്ടർ ഈസ് സെറ്റ് ടു 0. ഓക്കെ, ഇനീഷ്യൽ വാല്യൂ 0 ആണ്. വെൻ എ പ്രൊഡ്യൂസർ produces, the counter will be incremented. Okay, and when a consumer consumes from the buffer, that value will be decremented. Okay, ഒരു വേരിയബിൾ ആണ് കൗണ്ടർ, ഇനീഷ്യലി 0 ആണ്. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൗണ്ടർ വാല്യൂ വിൽ ബി ഇൻക്രിമെന്റഡ്. ഓരോ ഐറ്റം പുതുതായിട്ട് വരുമ്പോഴും കൗണ്ടർ വാല്യൂ എന്ത് ചെയ്യുക, ഇൻക്രിമെന്റ് ചെയ്യുക. ഓക്കെ, കൺസ്യൂമർ എടുക്കുമ്പോൾ ഡിക്രിമെന്റ് ചെയ്യുക. സോ അതൊരു എക്സാമ്പിൾ ആക്കിയിട്ട് നമ്മൾ പറയുന്നു. ഓക്കെ, സോ അതിന്റെ കോഡ് നമുക്ക് നോക്കാം. സി, ഈ കോഡൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചതാണ്. വൈൽ ട്രൂ, ഓക്കെ, കൗണ്ടർ ഈക്വൽ ടു ബഫർ സൈസ്. ഓക്കെ, മാക്സിമം ആയാൽ, കൗണ്ടറിന്റെ വാല്യൂ മാക്സിമം ആണെങ്കിൽ യു കനോട്ട് ഡു എനിത്തിങ്. ഓക്കെ, കാരണം ബഫർ ഫുൾ ആണ്. സോ പ്രൊഡ്യൂസറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യു കനോട്ട് ഡു എനിത്തിങ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാം, ബഫറിലോട്ട് കൊണ്ടുപോയിടാം, ബഫറിൽ ഇൻ ലൊക്കേഷനിൽ കൊണ്ടുപോയിടാം. ദെൻ ഇൻ വാല്യൂ ക്യാൻ ബി സെറ്റ് ടു നെക്സ്റ്റ് ലൊക്കേഷൻ. ഇന്നും ഔട്ടും ഉണ്ട് നമ്മൾ മുന്നേ പഠിച്ചു. ഓക്കെ, ഇന്ന് ഫ്രീ ലൊക്കേഷനെയും ഔട്ട് ഫുൾ ലൊക്കേഷനെയും പോയിന്റ് ചെയ്യുന്നതാണ്. സോ എന്താണ്, വൈൽ കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിൾ ബഫർ സൈസ് ആയാൽ, മാക്സിമം ബഫർ സൈസ് ആയാൽ നമുക്ക് യു കനോട്ട് പ്രൊഡ്യൂസ് ദ ഐറ്റം. ഓക്കെ, സോ ദാറ്റ് ഈസ് യു കനോട്ട് ഡു എനിത്തിങ്. Otherwise, you can produce the item and put it in the buffer, okay, in the location of in, and the in should be pointing to next free location. Adinte code aanu in+1 mode buffer size. And counter value should be incremented because a new item is produced, so the counter value should be incremented. ഇതാണ് പ്രൊഡ്യൂസറിന്റെ സൈഡിൽ വരുന്ന പ്രോബ്ലം സൊല്യൂഷൻ. ഇനി കൺസ്യൂമർ സൈഡിലാണെങ്കിലോ, കൺസ്യൂമർ സൈഡിന്റെ കോഡ് നമുക്കറിയാം. എന്താണ്, വൈൽ ട്രൂ, ഇഫ് വൈൽ കൗണ്ടർ ഈക്വൽ ടു 0 ആണെങ്കിൽ, കൗണ്ടർ 0 ആണെങ്കിൽ എന്താണ്, യു കനോട്ട് കൺസ്യൂം, ഒന്നുമില്ല. കൗണ്ടർ എന്ന് പറഞ്ഞ വാരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ ബഫറിൽ ഡാറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. സോ ഇഫ് ദ കൗണ്ടർ ഇസ് 0, യു കനോട്ട് ഡു എനിത്തിങ്, കൺസ്യൂമർക്ക് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കൺസ്യൂമർക്ക് എടുക്കാം. എങ്ങനെ, നെക്സ്റ്റ് കൺസ്യൂംഡ് ഈക്വൽ ടു ബഫർ ഔട്ട്. ഓക്കെ, ബഫർ ഔട്ട് ആണ് നമ്മൾ പറഞ്ഞു, ഔട്ട് ആണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ബഫർ ഔട്ടിലോട്ട് വെച്ചു, ആൻഡ് ഔട്ട് ഈസ് പോയിന്റിംഗ് ടു നെക്സ്റ്റ് ഫുൾ ലൊക്കേഷൻ. out+1 മോഡ് സൈസ് ആക്കും. ആൻഡ് when a data or when an item is consumed, the counter value should be decremented. Okay, counter value ഇവിടെ എന്താ ചെയ്യുന്നത്, പ്രൊഡ്യൂസറിന്റെ കേസിൽ ഓരോ ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും കൗണ്ടർ വാല്യൂ കൂട്ടുന്നു. കൺസ്യൂമറിന്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്തു, കൗണ്ടറിന്റെ വാല്യൂ 0 ആണെങ്കിൽ
there is nothing to be consumed. ഓക്കെ, ഒന്നുമില്ല. സോ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം, ഔട്ട് പൊസിഷനിൽ എടുക്കാം, ഔട്ട് നെക്സ്റ്റ് ഫുൾ പൊസിഷനിൽ പോയിന്റ് ചെയ്യാം, കൗണ്ടർ റെഡ്യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് എ ടെക്നിക്കലി ഒരു സൊല്യൂഷൻ പറയുന്നു. ഓക്കെ, സോ ഹിയർ നോർമലി നമ്മൾ എങ്ങനെയാണ് ഈ കൗണ്ടർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഈ കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിൾ ലോജിക്കലി നമ്മൾ സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു രജിസ്റ്ററിൽ വെച്ചിട്ടാണ്. ഓക്കെ, വെദർ ഇറ്റ് ഈസ് അക്യുമുലേറ്റർ ഓർ എനി അതർ രജിസ്റ്റർ വെച്ചിട്ടായിരിക്കും. ഓക്കെ, എന്താ ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ the counter value will be saved to register 1. Okay, then counter value will be producer ന്റെ കേസിലാണെങ്കിൽ counter value will be incremented. Okay, that is register equal to register 1 plus 1, then register 1 ആ പുതിയ വാല്യൂ കൗണ്ടറിലോട്ട് സെറ്റ് ചെയ്യും. ഇതാണ് കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് ചെയ്യുന്നതിന്റെ ഓപ്പറേഷൻ. നമ്മൾ കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാലും ഹാർഡ്വെയർ ലെവലിൽ എങ്ങനെയാ ചെയ്യുക? ഈ കൗണ്ടറിന്റെ വാല്യൂ ഒരു രജിസ്റ്ററിൽ വെക്കും, ആ രജിസ്റ്റർ ആഡ് ചെയ്യും. ഓക്കെ, ആഡ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, then that new value will be saved to counter. ഇനി കൗണ്ടർ മൈനസ് മൈനസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക? സെയിം, കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാവും, ഒരു രജിസ്റ്ററിലോട്ട് വെച്ചു, അവിടെ മൈനസ് മൈനസ് ആ ചെയ്യേണ്ടത്. സോ -1 ചെയ്യുക, ആൻഡ് ദ ന്യൂ വാല്യൂ ഇസ് സെറ്റ് ടു കൗണ്ടർ. ഇതാണ് രണ്ട് ഓപ്പറേഷൻ. നമ്മൾ ജസ്റ്റ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് നമ്മൾ കോഡിൽ എഴുതിയാലും ഇന്റേണലി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇതാണ് ലോജിക്കലി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു സി പി യുവിന്റെ ഉള്ളിലുള്ള രജിസ്റ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും, ഒരു ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ രജിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി ALU, അരിത്തമെറ്റിക് ALU ആവാം, അല്ലെങ്കിൽ എനി ഓഫ് ദ CPU രജിസ്റ്റേഴ്സ്. ഓക്കെ, സോ സപ്പോസ് പ്രൊഡ്യൂസർ കൺസ്യൂമറിന്റെ പ്രോബ്ലം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, വി ഹാവ് ടു എക്സിക്യൂട്ട് ദ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. ഓക്കെ, വിത്ത് കൗണ്ട് വാല്യൂ 5 ആണ്. ഇനീഷ്യലി നിങ്ങൾക്ക് കൗണ്ട് വാല്യൂ 5 ആണ്. ദാറ്റ് ഇസ് 5 ഐറ്റംസ് ആർ ദെയർ, 5 ഐറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ കോഡ് റൺ ചെയ്യാണ്, പ്രൊഡ്യൂസറും കൺസ്യൂമർ റൺ ചെയ്യാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഡ്യൂസർ ആണ് ചെയ്യുന്നത്. ഓക്കെ, S0 എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ആണ് ചെയ്യുന്നത്. എക്സിക്യൂട്ട് എന്താണ്? കൗണ്ടർ രജിസ്റ്റർ 1 ഈക്വൽ ടു കൗണ്ടർ. ഓക്കെ, കൗണ്ടിന്റെ വാല്യൂ 5 ആണ്. ഓക്കെ, സോ 5 ഇസ് ദ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു? അതിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. കാരണം ഒരു പ്രൊഡ്യൂസർ എന്താ ചെയ്യുക? ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇനീഷ്യലി 5 ആയിരുന്നു, അതെന്തായി മാറി? ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 6 ആയി മാറി. നെക്സ്റ്റ് എന്താണ്? കൺസ്യൂമർ വർക്ക് ചെയ്യുന്നു. കോപ്പറേറ്റിംഗ് പ്രോസസ് ആണ്, അവർ തമ്മിൽ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഓക്കെ, കൺസ്യൂമർ വർക്ക് ചെയ്യുന്നു. കൺസ്യൂമർ വർക്ക് ചെയ്യുമ്പോൾ ഇനീഷ്യലി കൗണ്ടർ വാല്യൂ എന്താണ്? 5 ആണ്. ഓക്കെ, 5 ആണ്. കൺസ്യൂമർ എന്താ ചെയ്യുക? അതിനെ റെഡ്യൂസ് ആ ചെയ്യുക, 4 ആയി. സി, ഇവിടെ നോക്കൂ, ഇവിടെ പ്രൊഡ്യൂസർ ഒരു ഐറ്റം ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൗണ്ടർ വാല്യൂ 6 ആയിട്ടുണ്ട്, പക്ഷെ കൺസ്യൂമർ അറിയുന്നില്ല. ഓക്കെ, കാരണം എന്താ? നോക്കൂ, 5 ആണ് ഇനീഷ്യൽ വാല്യൂ, പ്രൊഡ്യൂസർ വർക്ക് ചെയ്തപ്പോ ഇറ്റ് ബിക്കംസ് 6. ഓക്കെ, ഇറ്റ് ബിക്കംസ് 6, ബട്ട് കൺസ്യൂമർ വർക്ക് ചെയ്യുമ്പോൾ കൺസ്യൂമർ 5 എന്നുള്ള വാല്യൂ തന്നെയാണ് എടുക്കുന്നത്. കൗണ്ടറിന്റെ വാല്യൂ 5 എന്നുള്ള വാല്യൂ ആണ് എടുക്കുന്നത്, ബിക്കോസ് ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല. 6 ആയിട്ടുണ്ട്, ബട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. അതിന് മുന്നേ തന്നെ കൺസ്യൂമർ വർക്ക് ചെയ്തപ്പോ കൺസ്യൂമർ എന്താ കാണുന്നത്? കൗണ്ടിന്റെ വാല്യൂ 5 തന്നെയാണ്. കൺസ്യൂമർ എന്താ ചെയ്യുക? ഈ ഡിക്രിമെന്റ് ഓപ്പറേഷനാ ചെയ്യുക. സോ ഡിക്രിമെന്റ് ഓപ്പറേഷൻ 4 ആക്കി മാറ്റി. ഓക്കെ, ഇനി പ്രൊഡ്യൂസർ ആ പിന്നെയും വർക്ക് ചെയ്യുന്നത്. പ്രൊഡ്യൂസർ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? അപ്ഡേറ്റ് ചെയ്തു, 6 എന്നുള്ള വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. കൗണ്ടറിന്റെ വാല്യൂ എന്താക്കി മാറ്റി? 6 അപ്ഡേറ്റ് ചെയ്തു. ഇനി കൺസ്യൂമർ എന്ത് ചെയ്തു? കൺസ്യൂമറും അപ്ഡേറ്റ് ചെയ്തു, കൗണ്ടറിന്റെ വാല്യൂ എന്താക്കി? 4 ആക്കി. ഇങ്ങനെയാണ് ഒരു രണ്ട് കോപ്പറേറ്റിംഗ് പ്രോസസ് തമ്മിൽ വരിക. കാരണം അവരുടെ എക്സിക്യൂഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ S0 എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ആണ്. പ്രൊഡ്യൂസർ എന്താ ചെയ്യുന്നത്? കൗണ്ടിന്റെ വാല്യൂ 5 ആണ് ഇനീഷ്യലി. സോ 5നെ 6 ആക്കണം എന്നുണ്ടെങ്കിൽ ഈ 3 സ്റ്റെപ്പ് വേണം. ആദ്യം കൗണ്ടറിന്റെ വാല്യൂ എടുക്കണം, ദെൻ യു ഹാവ് ടു ഇൻക്രിമെന്റ്, ദെൻ യു ഹാവ് ടു അപ്ഡേറ്റ്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ രജിസ്റ്റർ 1ലുള്ള വാല്യൂ കൗണ്ടറിലോട്ട് സെറ്റ് ചെയ്യാം, അതാണ് അപ്ഡേറ്റ് ചെയ്യുക. ഇനി കൗണ്ടർ മൈനസ് ചെയ്യുമ്പോഴോ ഇനീഷ്യലി കൗണ്ടറിന്റെ വാല്യൂ എടുക്കും, ദെൻ അതിനെ -1 ചെയ്യും. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു അപ്ഡേറ്റ്. ഈ 3 സ്റ്റെപ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാല്. ബട്ട് ഹിയർ ഇവിടെ നോക്കൂ, 2 പ്രാവശ്യം പ്രൊഡ്യൂസർ വർക്ക് ചെയ്തപ്പോ ഈ 2 ലൈനേ വർക്ക് ആവുള്ളൂ. തേർഡ് ലൈൻ ഇസ് നോട്ട് എറ്റ് വർക്ക്ഡ്. കണ്ടോ, പ്രൊഡ്യൂസർ വർക്ക് ചെയ്യാണ്. പ്രൊഡ്യൂസർ വർക്ക് ചെയ്യുമ്പോൾ ഇനീഷ്യലി കൗണ്ടർ വാല്യൂ 5 ആണ്, ഇറ്റ് ആക്സസ്ഡ് 5, എന്നിട്ട് അതിനെ 6 ആക്കി. ബട്ട് ഇറ്റ് ഇസ് ഈ ഒരു തേർഡ് ലൈൻ അവിടെ വർക്ക് ആയിട്ടില്ല. അപ്പോഴേക്കും കൺസ്യൂമർ വർക്ക് ചെയ്തു. കൺസ്യൂമർ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? കൗണ്ടർ വാല്യൂ 5 തന്നെയാണ് കാണുന്നത്, ബിക്കോസ് ഇത് അപ്ഡേറ്റ് ആയെങ്കിലേ 6 കാണുള്ളൂ. ഓക്കെ, 5 തന്നെയാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ടു 4 ആക്കി. അപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ പ്രൊഡ്യൂസർ തന്നെ പിന്നെയും വർക്ക് ചെയ്തു.
എന്ത് ചെയ്തു? ആ ലാസ്റ്റ് ലൈൻ രജിസ്റ്റർ 1 ഈക്വൽ ടു കൗണ്ടർ എന്നുള്ള ലാസ്റ്റ് ലൈൻ വർക്ക് ചെയ്തു. അപ്പോഴാണ് 6 ആയത്. നെക്സ്റ്റ് 4. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ലാസ്റ്റ് ആയിട്ട് കൗണ്ടറിന്റെ വാല്യൂ എന്തായിട്ടാണുള്ളത്? 4 ആയിട്ടാണുള്ളത്. വെൻ യു ആർ വർക്കിംഗ് ലൈക്ക് ദിസ് വേ, ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് വർക്ക് ചെയ്തെങ്കിൽ കൗണ്ടറിന്റെ ലാസ്റ്റ് വാല്യൂ 4 ആണ്. ബട്ട് സി, ഇഫ് യു ഹാവ് ഇന്റർചേഞ്ച് സ്റ്റെപ്പ് 4 ആൻഡ് 5, സ്റ്റെപ്പ് 4, 5 ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൗണ്ടർ വാല്യൂ 6 ആവും. സോ ഒരേ കോഡ് തന്നെ അവിടെ ചെറിയൊരു ഡിഫറൻസ് വരുമ്പോഴേക്ക് കൗണ്ടറിന്റെ വാല്യൂ മാറും. ഓക്കെ, കൗണ്ടറിന്റെ വാല്യൂ മാറി. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ S0, S1, S2, S3, S4, S5 ഈ ഒരു ഓർഡർ ആണ് എക്സിക്യൂഷൻ എങ്കിൽ കൗണ്ടർ വാല്യൂ ബിക്കംസ് 4. ഓക്കെ, ബട്ട് വെൻ S4 ആണ് നിങ്ങൾ ലാസ്റ്റ് ചെയ്തതെങ്കിൽ കൗണ്ടർ വാല്യൂ 6 ആവും. സോ അവിടെ മിസ്മാച്ച് വന്നു. സോ എന്താണ് ഈ ഒരു കേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റേസ് അറൌണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ദ ആൻസർ ഈസ് ആക്ച്വലി ഇൻകറക്റ്റ്. ഒരു ടൈമിൽ നമുക്ക് കൗണ്ടറിന്റെ വാല്യൂ 4 കിട്ടുന്നു, വേറൊരു കേസിൽ എന്താണ് കൗണ്ടർ വാല്യൂ 6 കിട്ടുന്നു. കൗണ്ടർ വാല്യൂ 4 മീൻസ് 4 ബഫേഴ്സ് ആർ ഫുൾ. കൗണ്ടർ വാല്യൂ 6 മീൻസ് 6 ബഫേഴ്സ് ആർ ഫുൾ. ഓക്കെ, ബട്ട് രണ്ട് രീതിയിൽ എക്സിക്യൂഷൻ മാറുന്നതിനനുസരിച്ച് ആൻസർ മാറും. അങ്ങനെ വരാൻ പാടില്ല. ഏതൊരു കോപ്പറേറ്റിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോഴും പ്രോസസ് വർക്ക് ചെയ്യുമ്പം ദ റിസൾട്ട് ഷുഡ് ബി കറക്റ്റ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു മിസ്മാച്ച് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് റേസ് കണ്ടീഷൻ. ഈ ഒരു സിറ്റുവേഷൻ വിത്ത് എൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. കോപ്പറേറ്റിംഗ് പ്രോസസ്, അതായത് ഇവിടെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്, കൺസ്യൂമർ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്, ആൻഡ് ദേ ആർ കോപ്പറേറ്റിംഗ് മീൻസ് ദേ ആർ ഷെയറിംഗ് എ കൗണ്ടർ എന്ന് പറഞ്ഞ ഡാറ്റ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ, ഒരാൾ ഇപ്പം പ്രൊഡ്യൂസർ കൗണ്ടറിന് ഇൻക്രിമെന്റ് ആ ചെയ്യുക, കൺസ്യൂമർ ഡിക്രിമെന്റ് ആണ് ചെയ്യുക. സോ പ്രൊഡ്യൂസർ ചെയ്യുമ്പോൾ അവര് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ കൺസ്യൂമർക്ക് അതിനെ എടുക്കാൻ പറ്റുള്ളൂ. സോ അപ്ഡേറ്റ് ചെയ്യാതെ കൺസ്യൂമർ വർക്ക് ചെയ്യുമ്പം മിസ്മാച്ച് വരും ഡാറ്റയിൽ. ഓക്കെ, ദെൻ ദ ഫൈനൽ റിസൾട്ട് വിൽ ബി ഇൻകറക്റ്റ്. ഓർഡർ ഓഫ് എക്സിക്യൂഷൻ മാറിക്കഴിഞ്ഞാൽ എന്താവും? റിസൾട്ട് ഇൻകറക്റ്റ് ആവും. സോ ഈ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് വെൻ സെവറൽ പ്രോസസ് access and manipulate the same data concurrently and the outcome of the execution depends on the particular order in which the access takes place is called race aversion condition. ഓക്കെ, അതായത് ഒരു ഷെയർഡ് ഡാറ്റേനെ, ഇവിടെ കൗണ്ടർ ആണ്, ഒരു ഷെയർഡ് ഡാറ്റേനെ രണ്ട് പ്രോസസ്സ് അല്ലെങ്കിൽ 2 or more പ്രോസസ്സ് ഒരു ഷെയർഡ് ഡാറ്റേനെ ആക്സസ് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു, കൺകറന്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ ഔട്ട്കം എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഈ എക്സിക്യൂഷൻ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, പെർട്ടിക്കുലർ ഓർഡർ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഓക്കെ, ഇൻകറക്റ്റ് റിസൾട്ട് ആണ് കിട്ടുക. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് റേസ് കണ്ടീഷൻ. ഓക്കെ, ഇതിനെയാണ് റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. റേസ് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എൻഷുർ ദാറ്റ് ഓൺലി വൺ പ്രോസസ് അറ്റ് എ ടൈം will be accessing counter. ഓക്കെ, അതായത് ഈ കൗണ്ടർ എന്ന് പറഞ്ഞ വാരിയബിളിനെ അറ്റ് എ ടൈം ഒരാൾ മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. അയാൾ ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ആൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് സൊല്യൂഷൻ. ഓക്കെ, ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ റേസ് അറൌണ്ട് കണ്ടീഷൻ. റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? കോമൺ ആയിട്ട് ഒരു ഡാറ്റ ഇട്ട് ഇവിടെ കൗണ്ടർ ആണ്, ആ കൗണ്ടറിനെ 2 or more പ്രോസസ്സർ ആക്സസിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഇറ്റ്. മാനിപ്പുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ അപ്ഡേഷൻസ് കൊടുക്കുന്നു. ഓക്കെ, ഏതോ ഒരു ഓർഡറിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഓർഡറിൽ കൊടുക്കുമ്പോൾ ദ റിസൾട്ട് വോണ്ട് ബി കറക്റ്റ്. ഓക്കെ, ബിക്കോസ് ഒരു പ്രോസസ് അതിനെ യൂസ് ചെയ്യുന്നുണ്ടാവും, വേറൊരാൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്? മിസ്മാച്ച് വരും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഇസ് റേസ് കണ്ടീഷൻ. റേസ് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അറ്റ് എ ടൈം ഒരാൾക്ക്, ഒരു പ്രോസസ്സിന് മാത്രം എന്ത് ചെയ്യുക? ഈ ഷെയർഡ് ഡാറ്റേനെ ആക്സസ് കൊടുക്കുക. ഈ കൗണ്ടർ എന്ന് പറഞ്ഞ ആള് അറ്റ് എ ടൈം ഒരു പ്രോസസ് മാത്രം ഈ കൗണ്ടറിനെ ആക്സസ് ചെയ്യുക. ഓക്കെ, വെൻ ദാറ്റ് പ്രോസസ് കംപ്ലീറ്റ്സ് അനദർ പ്രോസസ് ക്യാൻ ആക്സസ് കൗണ്ടർ. അപ്പൊ എന്ത് വരില്ല? മിസ്മാച്ച് വരില്ല. സോ ദാറ്റ് ഈസ് നോൺ ആസ് സിങ്ക്രണൈസേഷൻ, പ്രോസസ് സിങ്ക്രണൈസേഷൻ ഓർ കോർഡിനേഷൻ. Is it clear what is race condition? ഈ എക്സാമ്പിൾ വെച്ചിട്ട് റേസ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ? എന്താണ് റേസ് കണ്ടീഷൻ? റേസ് കണ്ടീഷൻ ഒരു 3 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്.
Is it clear? Clear ano? Abhishek, Aishwarya, Amal, Anaina, Anish, Anuja, Anupama, Ashwin, Arpid, Jarish, Nasif, Nihal, Sali, Prince. എന്താണ് റേസ് കണ്ടീഷൻ? ബിക്കോസ് 3 മാർക്സിന് വരും. 3 മാർക്സിന് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. വാട്ട് ഈസ് റേസ് കണ്ടീഷൻ? Okay. Okay. So here we need process synchronization and coordination. Okay. Race condition avoid ചെയ്യേണ്ടിയിട്ടാണ് synchronization and coordination കൊണ്ടുവന്നിട്ടുള്ളത്. Okay. So next is critical section problem. Okay. What is critical section problem? എന്താണ് critical section നമുക്ക് നോക്കണം. Okay. So consider a system of n process. Okay. ഒരു system ഉണ്ട്. It consists of n process from P0, P1 till Pn minus 1. Okay. N processes are there. Okay. Each process will be having a critical section. Critical section എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെന്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആ കോഡിൽ എന്തുണ്ടാവും? പ്രോസസ് വിൽ ബി ചേഞ്ചിങ് സം കോമൺ വേരിയബിൾസ്, വിൽ ബി അപ്ഡേറ്റിംഗ് ടേബിൾ, വിൽ ബി റൈറ്റിംഗ് ഫയൽ എക്സെട്ര. ഓക്കെ. ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെന്റ് ഓഫ് കോഡാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ എൻഷുർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ, ഓക്കെ, കുറെ പ്രോസസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ട്. ക്രിട്ടിക്കൽ സെക്ഷൻ മീൻസ് ദിസ് ഈസ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ. എല്ലാ പ്രോസസ്സിന്റെ ഇടയ്ക്കും ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ടാവും. ഈ ഒരു സെഗ്മെന്റ് ഓഫ് കോഡിന്റെ ഇടയിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? വാരിയബിൾസിന്റെ അപ്ഡേഷനും അതുപോലെ ഫയൽ റൈറ്റിംഗ് എന്താണോ ടാസ്ക് അതൊക്കെ അവർ ചെയ്യും. ഓക്കെ. സോ ഇപ്പം PI എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. ആൻഡ് PIക്ക് എന്താണ്? ഒരു ഫയൽ ഉണ്ട് PIയുടെ കയ്യിൽ. ഓക്കെ. PI വിൽ ബി അപ്ഡേറ്റിംഗ് ദാറ്റ് ഫയൽ. ഓക്കെ. ഇനി വേറൊരു പ്രോസസ്സിനും ആ ഫയൽ വേണമെന്നുണ്ടെങ്കിൽ okay, they can enter into this critical section. Okay. എല്ലാ പ്രോസസ്സിന്റെ കയ്യിലും കോഡ് ഉണ്ടാവും. ഓക്കെ. ഷെയർഡ് ആയിട്ടുള്ള ഡാറ്റ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ കൊണ്ടുപോയി വെക്കും. ഓക്കെ. ഷെയർഡ് ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് വെക്കുന്നത്. ഓക്കെ. ക്രിട്ടിക്കൽ സെക്ഷന്റെ പ്രോപ്പർട്ടി എന്താണ്? അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷന് കയറാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഇഫ് വൺ പ്രോസസ് ഈസ് എക്സിക്യൂട്ടിംഗ് ഇൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ, then no other process will be allowed to enter the critical section. Okay. Critical section എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഷെയർഡ് ഡാറ്റേനെ ഒരു സെക്ഷനിൽ കൊണ്ടുപോയി വെക്കുന്നു. ഓക്കെ. ഇനി വേറൊരാൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ അവർക്ക് കയറാം. ബട്ട് അറ്റ് എ ടൈം ഒരു പ്രോസസ്സ് മാത്രമേ എന്താവാൻ പാടുള്ളൂ? ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ. സോ നോർമലി ഷെയർഡ് റിസോഴ്സസ് ആണ് എവിടെ ഉണ്ടാവുക? ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉണ്ടാവുക. ദാറ്റ് ഈസ് വാരിയബിൾസ്, ഓക്കെ, ഫയൽസ്, ഷെയർഡ് ഫയൽസ്, അതൊക്കെ നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ വെക്കും. ഒരു മെമ്മറിയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. എല്ലാ പ്രോസസ്സിനും ഉണ്ടാവും അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ. സോ അറ്റ് എ ടൈം എന്താണ് കണ്ടീഷൻ? വൺ പ്രോസസ് ഷുഡ് ബി ദെയർ ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പൊ എന്താണ്? നമുക്ക് റേസ് കണ്ടീഷൻ ഉണ്ടാവില്ല. ഒരു പ്രോസസ്സിനെ മാത്രം എന്ത് ചെയ്യുക? എൻട്രി കൊടുക്കുക. വെൻ ദാറ്റ് പ്രോസസ് ലീവ്സ് അനദർ പ്രോസസ് ക്യാൻ എൻറ്റർ. ദാറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ, ക്രൈറ്റീരിയ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ. സോ എന്താണ്? ആ ക്രിട്ടിക്കൽ സെക്ഷന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഒരു ക്രിട്ടിക്കൽ കോഡാണ്. ഓക്കെ. ആ ഒരു ഏരിയന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉണ്ടാവുക? എൻട്രി സെക്ഷൻ ഉണ്ടാവും, ദെൻ ക്രിട്ടിക്കൽ സെക്ഷൻ, ദെൻ എക്സിറ്റ് സെക്ഷൻ. ഒരു 3 സെക്ഷൻ ആക്കിയാണുള്ളത്. എൻട്രി, എക്സിറ്റ്. ഓക്കെ. എൻട്രി മീൻസ് വെൻ എ പ്രോസസ് വാണ്ട് ടു എൻറ്റർ ഇൻ ടു ദിസ് ക്രിട്ടിക്കൽ സെക്ഷൻ, ഇറ്റ് ഹാസ് ടു ആസ്ക് ദ പെർമിഷൻ. ഓക്കെ. അതാണ് എൻട്രി. ഓക്കെ. ദെൻ ക്രിട്ടിക്കൽ സെക്ഷന്റെ കോഡ്സ് ഉണ്ടാവും. ദെൻ എക്സിറ്റ് സെക്ഷൻ. ഓക്കെ. നമ്മൾ കാര്യം പ്രോസസ്സ് അതിന്റെ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീവ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അതാണ് എക്സിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ ദ റിമൈനിങ് കോഡ് വിൽ ബി ദർ. ഓക്കെ. അപ്പൊ എന്താണ്? സപ്പോസ് ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, സി ഹിയർ ദർ ഈസ് എ ഫയൽ. ഓക്കെ. ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന കോഡാണെന്ന് വിചാരിച്ചോ. a process PI, it is opening a file. Okay. അപ്പൊ എന്ത് ചെയ്യും? പ്രോസസ് എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യും, ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ റൈറ്റ് ചെയ്യും, എന്നിട്ട് ലീവ് ചെയ്യും PI. ഇനി വേറൊരു പ്രോസസ്സിന് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്സ് വേർ ഇഫ് എനി വൺ ഈസ് യൂസിങ് ദിസ് ക്രിട്ടിക്കൽ സെക്ഷൻ, നോ അതേഴ്സ് ക്യാൻ എൻ്റർ. ഓക്കെ. ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുവാണെങ്കിൽ വേറൊരാൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, അപ്പോൾ ഒരാൾ കയറുമ്പോൾ പെർമിഷൻ ചോദിക്കും. ദാറ്റ് ഈസ് ടു ചെക്ക് വെദർ എനിവൺ ഈസ് യൂസിങ് ദിസ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഇഫ് നോ വൺ ഈസ് യൂസിങ്, ആ പ്രോസസ്സിന് ചാൻസ് കൊടുക്കും. അവർക്കും എന്ത് ചെയ്യാം, ഫയൽ റൈറ്റ് ചെയ്യാം. ഈ ഫയൽ ഒരു ഷെയർഡ് ഫയലാണ്. ഓക്കെ, സോ ഫസ്റ്റ് പ്രോസസ്സ് വന്നിട്ട് അതിനെ റൈറ്റ് ചെയ്തിട്ട് പോയി. രണ്ടാമത്തെ പ്രോസസ്സ് വരുമ്പം ഇവിടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ പെർഫോം ദ ടാസ്ക്. അവർക്കും റൈറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ദേ ക്യാൻ ലീവ്. ഇനി തേർഡ് പ്രോസസ്സ് വരുവാണെങ്കിൽ തേർഡ് പ്രോസസ് ക്യാൻ കം ആൻഡ് ദേ ക്യാൻ അപ്ഡേറ്റ്. ഓക്കെ, ബട്ട് എന്താണ് എൻഷുർ ചെയ്യേണ്ടത്? അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ക്രിട്ടിക്കൽ സെക്ഷനിൽ. ഓക്കെ, ദേ ക്യാൻ ലീവ്. ആ ഒരു അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ്, ദർ വോണ്ട് ബി എ റേസ് കണ്ടീഷൻ. ബിക്കോസ് മൾട്ടിപ്പിൾ ആൾക്കാർ ഒരുമിച്ച് ആക്സസ് ചെയ്യുന്നില്ല. അറ്റ് എ ടൈം വൺ പ്രോസസ് ഇസ് ആക്സസിങ്. സോ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ സെഗ്മെന്റ് ഓഫ് കോഡ്. ഷെയർഡ് റിസോഴ്സസ് എന്താണോ അത് ഇവിടെയാണ് വെക്കുക. സോ ഓൾ ദ പ്രോസസ് ക്യാൻ ഷെയർ ഓർ ആക്സസ് ദീസ് റിസോഴ്സസ് വൺ ബൈ വൺ. ഓക്കെ, വൺ ബൈ വൺ ആയിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. Okay, so there are three sections. One is entry section, that is a permission. ഒരു പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. യു ക്യാൻ പെർഫോം ദ ടാസ്ക് ദെയർ ആൻഡ് ലീവ് ദ സെക്ഷൻ, ആൻഡ് ദിസ് ഇസ് ദ റിമൈൻഡർ ഓഫ് ദ സെക്ഷൻ. ഓക്കെ, ഇതാണ് 3 സെക്ഷൻ ആയിട്ട് പറയുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ. സോ എ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം, ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്തൊക്കെ എൻഷുർ ചെയ്യണം എന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ, 3 പോയിന്റ്സ് ഇറ്റ് ഷുഡ് എൻഷുർ. ദാറ്റ് ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ് ആൻഡ് ബൗണ്ടഡ് വെയിറ്റിംഗ്. ഈ ഒരു 3 കാര്യങ്ങൾ എൻഷുർ ചെയ്താൽ മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് ക്രിട്ടിക്കൽ സെക്ഷൻ മനസ്സിലായതോ? ഇഫ് ദർ ആർ n പ്രോസസ്സസ്, ഈച്ച് പ്രോസസ് വിൽ ബി ഹാവിംഗ് എ ഷെയർഡ് റിസോഴ്സ്. കോപ്പറേറ്റിംഗ് പ്രോസസ് ആണെങ്കിൽ ദേ വിൽ ബി ഹാവിംഗ് സം ഷെയർഡ് റിസോഴ്സസ്. സോ ആ ഷെയർഡ് റിസോഴ്സസ് വെക്കുന്ന ഒരു ഏരിയ ആണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയാണ് അപ്ഡേഷൻസും കാര്യങ്ങളും ഫയൽ റൈറ്റിംഗ് എല്ലാം വരുന്നുണ്ടാവുക. സോ വെൻ വൺ പ്രോസസ് ഇസ് എക്സിക്യൂട്ടിംഗ് ഇൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ, നോ അതർ പ്രോസസ് ഇസ് അലൗഡ്. ഓക്കെ, എല്ലാ പ്രോസസ്സിനും ഉണ്ടാവും ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്, അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമേ അതിന് എൻട്രി കൊടുക്കുകയുള്ളൂ. സോ ദിസ് പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് അച്ചീവ് 3 requirements. What all are the requirements? First one is mutual exclusion. Mutual exclusion means if a process PI is executing in its critical section, then no other process can be executing in their critical section. Okay, PI critical section execute ചെയ്യുവാണെങ്കിൽ വേറെ ഒരു പ്രോസസ്സിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വലി എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രം ചാൻസ് കൊടുക്കുക. ദാറ്റ് ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഓക്കെ, then is progress. Progress means if no process is executing in its critical section. Okay, ഇപ്പം at present no one is executing in critical section and there are some process who want to enter the critical section. Okay, ഇപ്പം ക്രിട്ടിക്കൽ സെക്ഷനിൽ ആരുമില്ല, പക്ഷെ പുറത്ത് ഓക്കെ 4 പേര് വെയിറ്റിംഗ് ആണ്. ഓക്കെ, 4 പേർക്ക് ആ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ പ്രൊവൈഡ് എ സെലക്ഷൻ മെക്കാനിസം. ഓക്കെ, ഒരു സെലക്ഷൻ മെക്കാനിസം കൊടുത്തിട്ട് ഒരു പ്രോസസ്സിന് എന്ത് ചെയ്യാം, ചാൻസ് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് പ്രോഗ്രസ്. പ്രോഗ്രസ് മീൻസ് എന്താണ്, അറ്റ് പ്രസന്റ് ഇഫ് നോ പ്രോസസ് ഈസ് എക്സിക്യൂട്ടിംഗ് ഇൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ, then another process can be given a chance to enter into the critical section. അതാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്തായിരുന്നു, ഇഫ് എ പ്രോസസ് ഈസ് എക്സിക്യൂട്ടിംഗ്, ഒരു പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ നോ അതർ പ്രോസസ് ഷുഡ് ബി എക്സിക്യൂട്ടിംഗ്, വേറൊരാൾക്ക് ചാൻസ് കൊടുക്കരുത്. ഇനി പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ് പ്രസന്റ് നോ വൺ ഈസ് എക്സിക്യൂട്ടിംഗ്, ഒരാളും ഒരു പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ആൻഡ് if some other process want to enter the critical section, they can be given the chance. Okay, അവർക്ക് ചാൻസ് കൊടുക്കാം. Then bounded waiting. Bounded waiting എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും ഇപ്പം ഒരു 10 പ്രോസസ് ഉണ്ട്, ഇപ്പൊ ഒരു സിസ്റ്റത്തിൽ 10 പ്രോസസ് ഉണ്ടെങ്കിൽ 10 പേർക്കും ഈ ക്രിട്ടിക്കൽ സെക്ഷൻ ആവശ്യമാണ്. ദെൻ ഒരു പെർട്ടിക്കുലർ ബൗണ്ട് വെയിറ്റിംഗ് ടൈം വെച്ചിട്ട്, ഒരു ലിമിറ്റഡ് വെയിറ്റിംഗ് ടൈം വെച്ചിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ സെക്ഷന് ചാൻസ് കൊടുക്കണം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടൈം കൊടുക്കുക, ബൗണ്ട് സെറ്റ് ചെയ്യുക, സോ ദാറ്റ് ഓൾ ദ പ്രോസസ് ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ
അറ്റ് എ ടൈം എന്താണ് ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈക്വലി ഒരു ചാൻസ് കൊടുക്കണം. ദാറ്റ് ഈസ് ബൗണ്ടഡ് വെയിറ്റിംഗ്. ഇത് മൂന്നാണ് ക്രിട്ടിക്കൽ സെക്ഷന്റെ റിക്വയർമെന്റ്സ്. ക്ലിയർ? ഫസ്റ്റ് വൺ ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഷെയർഡ് റിസോഴ്സസിന്റെ ഒരു കോഡാണ്. സോ അവിടെ ഇപ്പൊ ഇഫ് എ സിസ്റ്റം ഹാസ് 10 പ്രോസസ് ഉണ്ടെങ്കിൽ എന്താണ്, ഇഫ് വൺ പ്രോസസ് P1 എന്ന് പറഞ്ഞ പ്രോസസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമെങ്കിൽ ദെൻ നോ അതർ പ്രോസസ്, റെസ്റ്റ് ഓഫ് ദ 9 പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പാടില്ല, ക്രിട്ടിക്കൽ സെക്ഷൻ കൊടുക്കാൻ പാടില്ല. ഓക്കെ, P1 ലീവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സെലക്ട് അതർ പ്രോസസ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് പ്രോഗ്രസ്? അറ്റ് പ്രസന്റ് നോ വൺ ഈസ് എക്സിക്യൂട്ടിംഗ്, നോ പ്രോസസ് ഈസ് എക്സിക്യൂട്ടിംഗ് ക്രിട്ടിക്കൽ സെക്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇഫ് സം അതർ പ്രോസസ് വാണ്ട് ടു എൻ്റർ, വേറെ ആർക്കെങ്കിലും എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി ഗിവൺ സെലക്ഷൻ, സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ദെൻ ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് ദർ ആർ മെനി പ്രോസസ്, 10 പ്രോസസ്സിനും ക്രിട്ടിക്കൽ സെക്ഷൻ വേണം, അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ കൊടുക്കാനും പറ്റുള്ളൂ. സോ എന്ത് ചെയ്യുക, യു ഷുഡ് സെറ്റ് എ ബൗണ്ട് ഓർ ലിമിറ്റ് സോ ദാറ്റ് ഓൾ ക്യാൻ ആക്സസ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഇൻ എ ഫൈനൈറ്റ് ടൈം. ഓക്കെ, ഒരു ഫൈനൈറ്റ് ടൈമിനുള്ളിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റും ആൻഡ് ദേ ക്യാൻ ലീവ്. ബട്ട് എന്താണ് എൻഷുർ ചെയ്യേണ്ടത്, അറ്റ് എ ടൈം ഓൺലി വൺ പ്രോസസ്, ഒരു പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പാടുള്ളൂ, എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ദിസ് ഈസ് ദ സൊല്യൂഷൻ ടു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് ക്രിട്ടിക്കൽ സെക്ഷൻ നമ്മൾ പറഞ്ഞു, ഷെയർഡ് ഡാറ്റയാണ്. അവിടെ വരുന്ന പ്രോബ്ലം എന്താണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ പ്രോബ്ലം ആണ്. ഓക്കെ, സോ എങ്ങനെയാ റിക്വയർമെന്റ് എന്തായിരിക്കണം, ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിന് റിക്വയർമെന്റ് എന്തായിരിക്കണം, ഈ 3 റിക്വയർമെന്റ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. Is it clear? This is a theory and it will be asked for 3 marks, 3 or 4 marks maximum. What is critical section and what is the problem to the critical section? Okay, is it clear? Amal, Anupama, Fatima, Ramshada, Mithun, Nivedya, Rishwin, Ritik, Tanusri. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ പ്രോബ്ലം എന്താണെന്നുള്ളത്? തിയറി ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണ്, പ്രോഗ്രസ് എന്താണ്, വെയിറ്റിംഗ് എന്താണ്. ദിസ് ഇസ് എ തിയറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കോഡ്സ് പഠിക്കാനുണ്ട്. ടിൽ ദെൻ യു ഹാവ് ടു സ്റ്റഡി ദ തിയറി. ക്ലിയർ ആണല്ലോ? ആശിഷ്, അഭിനവ്, ഐശ്വര്യ, അനീഷ്, മറിയം ലിയാന, നിവേദ്യ, സെജൽ, വൈഷ്ണവി, യാദവ്. ഓക്കെ, സോ റെസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അറ്റൻഡൻസ് പ്ലീസ്. ആശിഷ്, അഭിനവ്, അഭിഷേക്, ആദിത്യ, ഐശ്വര്യ, അഖിൽ സി വി, അഖിൽ കെ, അമൽ, അമിന, അനേന, അനിരുദ്ധ്, അഞ്ജിത, അനൂജ, അനുപമ, ഓക്കെ, ആരോമൽ, അർപ്പിത്, അരുൺദത്ത്, അശ്വിൻ, ഫസ്ന, ഫാത്തിമ റംഷാദ, ഹൃദുൽ, ജരീഷ്, ഖദീജ, ലിഖിത്, മറിയം ലിയാന, മിഥുൻ, നാസിഫ്, റാസി, മിൻഹാജ്, നിഹാൽ ആബ്സെന്റ് ആണോ, സാലി, ഷഫീഖ്, നബീൽ, ഓക്കെ, നന്ദിത, നിവേദ്യ, നൂഹ, പ്രിൻസ്, ഋഷികേഷ്, ഋഷ്വിൻ, ഋതിക്, രോഹിത്, സഫീൽ, സങ്കീർത്തന, സാരംഗ്, സെജാൾ, സെവിൻ, ഷബിൻ, സിസ്ഹാജ്, തനുശ്രീ, തേജ, തുളസി, വൈഷ്ണവി, വിഷ്ണു, വൈഷ്ണ, വിഷ്ണു ആബ്സെന്റ് ആണോ, യാദവ്, അനീഷ്,
Yadav. Okay. So absent Vishnu. Okay, thank you.